ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെൻഷ്യൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. ജൂബിലാത്തെ വചനവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൗലോസ് എഫെസൂസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ അധ്യായം 4 വാക്യം 26. കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നതുവരെ നീണ്ടുപോകാതിരിക്കട്ടെ. കർത്താവിൻ്റെ തിരുവചനത്തിലൂടെ പൗലോസ് ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. കോപം നമ്മുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിൽ നമുക്കുണ്ടാകാം. എന്നാൽ നമുക്കുണ്ടാകുന്ന ഈ കോപം അത് പാപത്തിലേക്ക് കടന്നു ചെല്ലരുത്. സൂര്യാസ്തമയത്തിന് അപ്പുറം അത് വിട്ടുപോകരുത്, നീണ്ടുപോകരുത് എന്ന് പൗലോസ് ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവർ, നമ്മൾ ഈ ലോകത്തിലേക്ക് തിരിഞ്ഞാൽ കോപം നിയന്ത്രിക്കാൻ കഴിയാത്തത് മൂലം ഉണ്ടാകുന്ന പ്രതിസന്ധികൾ എത്ര അധികമാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. പല കുടുംബ ജീവിതങ്ങളും തകർന്നു പോകുന്നത്, പല കൊലപാതകം നടക്കുന്നത്, പല വിധത്തിലുള്ള പ്രതിസന്ധികളും കടന്നു വരുന്നത് കോപത്തെ നിയന്ത്രിക്കാൻ കഴിയാത്തത് മൂലമാണ്. ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡൻ്റായിരുന്ന നെൽസൺ മണ്ടേല ഒരിക്കൽ പറഞ്ഞത് ഇപ്രകാരമാണ്: വെറുപ്പും വൈരാഗ്യവും എന്ന് പറയുന്നത് മറ്റുള്ളവരെ എറിയാനായി കയ്യിലെടുക്കുന്ന കത്തുന്ന കനൽക്കട്ടയാണ്. അതുവഴി പൊള്ളുന്നതാകട്ടെ കനൽക്കട്ട കയ്യിലെടുക്കുന്ന ആൾക്കും. വളരെ മനോഹരമായിട്ടാണ് സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡൻ്റായിരുന്ന നെൽസൺ മണ്ടേല പറയുന്നത് ഈ കോപത്തെക്കുറിച്ച്. അത് വെറുപ്പും കോപവും വൈരാഗ്യവും എന്ന് പറയുന്നത് നമ്മൾ ഈ വേറൊരാളെ, നമുക്ക് ദേഷ്യമുള്ള ഒരാളെ എറിയാനായിട്ട് കയ്യിൽ ഒരു കനൽക്കട്ട, തീക്കട്ട എടുത്ത് പിടിച്ച് എറിയുന്നത് പോലെയാണ്. അദ്ദേഹം എത്ര മനോഹരമായിട്ടാണ് പറയുന്നത്. ഈ തീക്കട്ട, ഈ കനൽക്കട്ട കയ്യിലെടുത്ത് എറിയുന്ന വ്യക്തി തീർച്ചയായിട്ടും ആ ഏറ് കൊള്ളുന്ന വ്യക്തിക്ക് അപകടമുണ്ടാകുന്നുണ്ട്. പക്ഷേ അതേപോലെ തന്നെ എറിയുന്ന ആളുടെ കൈയും ആ കനൽക്കട്ട പൊള്ളിക്കും എന്നുള്ള വലിയ സത്യമാണ് അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. കർത്താവിൻ്റെ തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വലിയൊരു സത്യമാണത്. വചനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന സത്യം ഇതാണ്: കോപത്തെ, അതൊരു വികാരമാണ്, അതിനെ നമ്മൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. അത് കൈവിട്ടു പോകുവാൻ നമ്മൾ അനുവദിക്കരുതെന്ന് കർത്താവിൻ്റെ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ തിരുവചനങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: നമ്മുടെ ബന്ധങ്ങൾ ഒരിക്കലും കോപം മൂലം നഷ്ടപ്പെട്ടു പോകരുത്. മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായം 23-24 തിരുവചനങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വച്ചിട്ട് പോയി സഹോദരനോട് രമ്യപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. അപ്പോൾ കർത്താവ് ഈ കാര്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരിക്കലും ഈ കോപം, ദേഷ്യം അല്ലെങ്കിൽ അമിതമായിട്ടുള്ള വൈരാഗ്യം നമ്മുടെ ജീവിതത്തെ, ബന്ധങ്ങളെ ബാധിക്കരുതെന്ന് കർത്താവ് പ്രത്യേകമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവർ, ഞാനൊരിക്കലൊരു ചിന്താവിഷയത്തിൽ വായിച്ചൊരു സംഭവം ഓർക്കുകയാണ്. അമേരിക്കയിൽ നടന്ന ഒരു സംഭവമാണ്. അമേരിക്കയിലെ വളരെ പ്രശസ്തരായിട്ടുള്ള അവിടുത്തെ നേതാക്കന്മാരായിരുന്നു, രാഷ്ട്രീയ നേതാക്കന്മാരായിരുന്നു. അമേരിക്കയുടെ സ്ഥാപക പിതാക്കന്മാരിൽ ഒരാളാണ് ഹാമിൽട്ടൺ എന്ന് പറയുന്ന മഹാനായ ഹാമിൽട്ടൺ. അദ്ദേഹം അതിൻ്റെ സ്ഥാപക പിതാക്കന്മാരിൽ ഒരാളാണ്. അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ധീരമായിട്ട് തൂലിക ചലിപ്പിച്ച ഒരു ബുദ്ധിരാക്ഷസനാണ് ഈ ഹാമിൽട്ടൺ. അതോടൊപ്പം അമേരിക്കയിലെ 3ാമത്തെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്ന വ്യക്തിയാണ് ഏറൻ ബർ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു നേതാവായിരുന്നു. ഒത്തിരിയേറെ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ അമേരിക്കയ്ക്ക് വേണ്ടിയും അമേരിക്കയിലെ ജനങ്ങൾക്ക് വേണ്ടിയും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഹാമിൽട്ടണും ഈ ഏറൻ ബറും അവർ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ എതിരാളികളായി. അവരെവിടെ വെച്ച് കാണുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെടുകയും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റപ്പെടുത്തുകയും, അങ്ങനെ ഒത്തിരിയേറെ ദ്രോഹങ്ങൾ രാഷ്ട്രീയപരമായിട്ട് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരുടെയും അധികാരങ്ങളും ഓരോരുത്തരുടെയും സ്വാധീനം ഉപയോഗിച്ച് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിച്ചിട്ടുണ്ട്. അങ്ങനെ എറിക് ബർ
അദ്ദേഹം അവിടെ വൈസ് പ്രസിഡൻ്റ് ആയിരിക്കുന്ന സമയം, ഏറൺ ബർ, അദ്ദേഹം അവിടെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്ന സമയത്ത് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഈ വാക്കുതർക്കങ്ങൾ ഒരിക്കൽ വളരെയധികം കടന്നുപോയി. അപ്പോൾ അങ്ങനെ വാശിക്കും ദേഷ്യത്തിനും കോപത്തിലും ഒരു ഏറ്റുമുട്ടലിന് ക്ഷണിക്കുകയാണ് പരസ്യമായിട്ട്. വിദേശ രാജ്യങ്ങൾക്ക് ഡുവൽ എന്ന് പറയുന്ന പോലെ ദ്വന്ദ്വയുദ്ധം, ഒരു മല്ലയുദ്ധം, അതിനെ ക്ഷണിക്കുകയാണ്. വാശിക്കും ആ ദേഷ്യത്തിനും പെട്ടെന്നുള്ള കോപത്തിൻ്റെ ഫലമായിട്ട് ഒരു ഡുവലിനെ ക്ഷണിക്കുകയാണ്. അങ്ങനെ ന്യൂജേഴ്സിയിലെ ഒരു വിജന പ്രദേശത്ത് ഇവർ രണ്ടുപേരും, ഹാമിൽട്ടണും ഈ ബറും, ഇവർ രണ്ടുപേരും അവിടെ ഒരുമിച്ച് ചേർന്നു. അങ്ങനെ കുറേ പേരൊക്കെ ഇവരുടെ ഈ മല്ലയുദ്ധം, ഈ ദ്വന്ദ്വയുദ്ധം കാണാൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഇവർ പരസ്പരം വഴക്കടിച്ച് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഈ ഒരു ഇതിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന സമയത്ത് ഈ ബറിന് അദ്ദേഹത്തിൻ്റെ കോപം നിയന്ത്രിക്കാൻ സാധിച്ചില്ല. അദ്ദേഹം വൈസ് പ്രസിഡൻ്റ് ആയിരിക്കുന്ന സമയമാണ്. അദ്ദേഹം തൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് ഉടനെ ആ കോപത്തിൻ്റെ ആവേശത്തിൽ അദ്ദേഹം വെടിവെച്ചു. ഹാമിൽട്ടൺ എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള അമേരിക്കയുടെ അവരുടെ സ്ഥാപക പിതാക്കന്മാരിൽ ഒരാളെന്നറിയപ്പെടുന്ന ഹാമിൽട്ടൺ വെടിയേറ്റ് മരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഈ വെടിവെപ്പും മരണവും എല്ലാം കഴിഞ്ഞതിന് ശേഷം മരിച്ച ആളുടെ ജീവിതം അതോടുകൂടി തീർന്നു പോയി. വെടിവെച്ച ആൾക്കും പിന്നീട് വലിയ പശ്ചാത്താപമുണ്ടായി. പക്ഷേ ആ കോപം നിയന്ത്രിക്കാൻ കഴിയാത്തത് മൂലം അത് വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കുകയാണ്. കാരണം ഒരാളുടെ രാഷ്ട്രീയ ജീവിതം അതോടുകൂടി തീർന്നു പോയി. ഹാമിൽട്ടൺ എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള അമേരിക്കയുടെ വളർച്ചയ്ക്ക് ഒത്തിരിയേറെ നന്മകൾ ചെയ്തിട്ടുള്ള ആ വ്യക്തിയുടെ ജീവിതം അതോടുകൂടി തീർന്നുപോയി. അതേസമയം വൈസ് പ്രസിഡൻ്റ് ആയിരുന്ന ഈ ബർ, അദ്ദേഹം തൻ്റെ നിലയും സ്ഥാനവും അദ്ദേഹത്തിൽ നിന്ന് മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ ഏതാനും സമയത്തേക്ക് അദ്ദേഹം മറന്നുപോയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ വെടിവെച്ചതും അതിനുശേഷം ഹാമിൽട്ടൺ മരിച്ചതുമെല്ലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അതുവരെ അദ്ദേഹം ചെയ്ത എല്ലാ നന്മ പ്രവൃത്തികളെയും മറക്കുന്നതിന് ആളുകൾക്ക് ഇടവരുത്തി. അപ്പോൾ സ്നേഹമുള്ളവരെ, അതുവരെ അദ്ദേഹം ഒത്തിരിയേറെ കാര്യങ്ങൾ അമേരിക്കയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, അമേരിക്കയിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ആ അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള കോപം നിമിത്തം അതെല്ലാം മാറിപ്പോവുകയാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, കർത്താവ് തിരുവചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വലിയൊരു സത്യമാണ്. ഈ രണ്ടു പേരുടെയും ജീവിതം തകർന്നു പോവുകയാണ്. വെടിയേറ്റ് മരിച്ച ആളുടെ ജീവിതവും തകർന്നു പോയി, അദ്ദേഹത്തിലൂടെ സംഭവിക്കാനിരുന്ന നന്മകളും നഷ്ടപ്പെട്ടു പോയി. വെടിവെച്ച ആളുടെ രാഷ്ട്രീയ ജീവിതവും തീർന്നു പോയി. അദ്ദേഹവും വേറൊരവസ്ഥയിലേക്ക്, തകർച്ചയിലേക്ക് കടന്നു പോവുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് തിരുവചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, സ്വാഭാവികമായിട്ടും മനുഷ്യർക്ക് കോപമുണ്ടാകാം. പക്ഷേ ഈ കോപത്തെ നിയന്ത്രിച്ചില്ല എങ്കിൽ അത് വലിയ പ്രതിസന്ധിയിലേക്കും വലിയ അപകടങ്ങളിലേക്കും തകർച്ചകളിലേക്കും അത് നമ്മളെ കൊണ്ടുപോകുമെന്ന് കർത്താവിൻ്റെ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. സ്നേഹമുള്ളവരെ, മറ്റുള്ളവർ നമ്മൾ ഉപദ്രവിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നമ്മളെക്കുറിച്ച് മോശമായത് സംസാരിക്കുമ്പോൾ, നമ്മുടെ മനസ്സിൽ ആദ്യമായിട്ട് കടന്നു വരുന്ന ചിന്ത എങ്ങനെയെങ്കിലും പകവീട്ടണം, പ്രതികാരം ചെയ്യണം, അല്ലെങ്കിൽ ഈ വൈരാഗ്യം കാത്തു സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിനെ തുടർന്ന് ആ ജീവിതം തന്നെ തകർന്നു പോകുന്നൊരവസ്ഥയിലേക്ക് കടന്നു പോകുവാൻ ഇടവരികയാണ്. നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾ വായിക്കുമ്പോൾ, വാർത്തകൾ കാണുമ്പോൾ നമ്മൾ അതല്ലേ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വളരെ സമ്പന്നരായിട്ടുള്ള ഭർത്താക്കന്മാർ, വിജയകുമാർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ വലിയ ബിസിനസ്സുകാരാണ്, ഒത്തിരി കോടിക്കണക്കിന് സ്വത്തുള്ളവരാണ്. ഈ ഭാര്യയും ഭർത്താവിൻ്റെയും കൊലപാതകത്തെക്കുറിച്ച് കേരള ജനത കേട്ടു. ഞെട്ടി ആണ് വാർത്ത വായിച്ചത്. കൊന്നത് അവരുടെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന അന്യ സംസ്ഥാന തൊഴിലാളിയാണ് കൊന്നത്. കൊന്നതുമായി ബന്ധപ്പെട്ട് പിന്നീട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ചോദിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ വൈരാഗ്യമാണ് അദ്ദേഹത്തിൻ്റെ കാമുകി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടിരുന്ന സ്ത്രീയെയും തമ്മിൽ ഈ മുതലാളി അദ്ദേഹത്തെ അകറ്റി കുറച്ച് നാൾ ഇദ്ദേഹം ഒരു കേസ് കൊടുത്തത് മൂലം ഈ അന്യസംസ്ഥാന തൊഴിലാളിക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നു. അതിൻ്റെ ഫലമായിട്ടുള്ള വൈരാഗ്യം മൂലമാണ് അദ്ദേഹം പ്രതികാരം ചെയ്യാൻ വേണ്ടി കാത്തിരുന്ന്, ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ പ്രതികാരം ചെയ്യാൻ വേണ്ടി കാത്തിരുന്ന് അദ്ദേഹം വന്ന് ഈ ഭർത്താക്കന്മാരെ ക്രൂരമായി കൊന്ന്, അവരോടുള്ള വെറുപ്പ് മൂലമാണ് ഈ രണ്ടുപേരുടെയും ശരീരത്തിലെ വസ്ത്രങ്ങളൊക്കെ നീക്കിയിട്ട് അവരെ നഗ്നരാക്കി, കൊന്നതിന് ശേഷം അവരെ നഗ്നരാക്കി ഉപേക്ഷിച്ചു എന്നാണ് പത്രങ്ങളിൽ വായിക്കാനിട വന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് അവരെ കൊന്നതിന് ശേഷം നഗ്നരാക്കി ഉപേക്ഷിച്ചത് എന്ന ചെറുപ്പക്കാരനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്
ആ മുതലാളിയോട് അത്രയും വെറുപ്പായിരുന്നു. ഈ മരിച്ചു കിടക്കുന്ന വ്യക്തിയുടെ ശവശരീരം മറ്റുള്ളവർ വന്ന് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ നഗ്നത കാണാൻ വേണ്ടിയാണ് അത്രയും വെറുപ്പോട് വൈരാഗ്യത്തോടു കൂടെ അങ്ങനെ പ്രവർത്തിച്ചതെന്ന് ഈ കൊലപാതകം നടത്തിയ വ്യക്തി പറയുകയുണ്ടായി. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ ഓരോ കൊലപാതകത്തെക്കുറിച്ചും ഓരോ തകർച്ചകളെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ആ കൊലപാതകത്തിൽ പെട്ടുപോകുന്നവർ മരിച്ചു പോകുന്നു ഒരു വശത്ത്, അതോടൊപ്പം ഈ കൊലപാതകം ചെയ്യുന്ന വ്യക്തികളും അവരുടെ ജീവിതവും തകർന്നു പോവുകയാണ്. വീണ്ടും ഏറെ വർഷത്തെ ജയിൽവാസത്തിലേക്കും അല്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്കും തകർച്ചകളിലേക്കും ആ വ്യക്തിയും കടന്നു പോവുകയാണ്. അപ്പോൾ കർത്താവ് തിരുവചനത്തിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന വലിയൊരു സത്യമാണ്, കോപത്തെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കണം. പക്ഷേ ഈ കാലഘട്ടത്തിൽ എന്തോ പെട്ടെന്ന് കോപിക്കുന്നൊരു ശീലം എല്ലായിടത്തും കൂടിക്കൂടി വരികയാണ്. സ്കൂൾ കുട്ടികൾ പോലും പെട്ടെന്നുള്ള കോപം മൂലം സഹപാഠികളെ കൊന്നുകളയുന്നു. എത്ര പെട്ടെന്നാണ്, എത്ര ലാഘവബുദ്ധിയോടുകൂടിയാണ് കൂടെ പഠിക്കുന്ന കുട്ടികളെ കൊന്നുകളയുന്ന കൂട്ടം ചേർന്ന്. അപ്പോൾ ആ കോപം നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ മനസ്സും നമ്മുടെ സംസ്കാരത്തിലും ഒത്തിരിയേറെ മാറ്റങ്ങൾ വരുന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ കർത്താവിൻ്റെ വചനം നമ്മൾ മനസ്സിലാക്കി വചനമനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. കർത്താവ് അതാണ് പറയുന്നത്, കോപിക്കാം, അത് നമ്മുടെ ജീവിതത്തിൽ കോപമുണ്ടാകാം, പക്ഷേ കോപം മൂലം നമ്മൾ പാപം ചെയ്യുവാൻ ഇടവരരുത് എന്ന് കർത്താവ് തിരുവചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ കർത്താവ് ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുകയാണ്, സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുവിൻ. സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുവിൻ. അതാണ് വാസ്തവത്തിൽ ദൈവം ആഗ്രഹിക്കുന്നതും മനുഷ്യർ ആഗ്രഹിക്കുന്നതും. സ്നേഹമുള്ളവരെ, നമ്മുടെ ഓരോ കുടുംബത്തിലെ പ്രതിസന്ധികളാണെങ്കിലും അല്ലെങ്കിൽ സഹോദരങ്ങൾക്കിടയിലുള്ള പ്രതിസന്ധികളാണെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പ്രതിസന്ധികളാണെങ്കിലും അയൽക്കാർ തമ്മിലുള്ള വഴക്കുകളാണെങ്കിലും സഭയ്ക്കകത്തുള്ള പ്രശ്നങ്ങളാണെങ്കിലും സഭയ്ക്ക് പുറത്തുള്ള പ്രശ്നങ്ങളാണെങ്കിലും ലോകരാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളാണെങ്കിലും ഇവിടെയൊക്കെ പെട്ടെന്നുള്ള കോപം മൂലമുണ്ടാകുന്ന വലിയ പ്രശ്നങ്ങളും അതോടൊപ്പം നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതങ്ങളും തകർച്ചകളും ഒക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ ഒത്തിരിയേറെ കാണുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമുക്ക് ശാന്തമായിട്ടുള്ളൊരു മനസ്സ് കിട്ടുവാൻ, കോപത്തെ നിയന്ത്രിക്കാനുള്ള അഭിഷേകം കിട്ടുവാൻ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ ആ മനോഭാവം നമുക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോ കോപിച്ച ഒരവസരം നമ്മൾ കാണുന്നത് ദേവാലയത്തിന് ചേരാത്ത കച്ചവടം നടക്കുന്ന അവസരത്തിലാണ്. അപ്പോൾ ഈശോ കോപിച്ചിട്ടുണ്ട്, പക്ഷേ ഈശോ കോപിച്ച സന്ദർഭങ്ങൾ വളരെ ചുരുക്കമാണ്. അത് വളരെ ന്യായമായ കാരണങ്ങൾക്ക് വേണ്ടിയാണ് ഈശോ കോപിച്ചത്. എന്നാലും ഈശോ അവരോട് കോപിച്ചു അല്ലെങ്കിൽ ചാട്ടുവാറെടുത്ത് അടിച്ചു എന്നതിലപ്പുറം കൊല്ലാനും അതിനപ്പുറമുള്ള കാര്യങ്ങൾക്കൊന്നും ഈശോ കടക്കുന്നില്ല. അപ്പോൾ ഈശോ നമുക്ക് കാണിച്ചു തരുന്ന മാതൃക ജീവിതത്തിൽ നമ്മൾ ക്ഷമിക്കുവാനും പൊറുക്കുവാനും സാധിക്കുന്നിടത്തോളം നമ്മുടെ കോപത്തെ നിയന്ത്രിക്കുവാനുമാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ഈ ദിവസവും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ച് നോക്കാം. പെട്ടെന്നുള്ള കോപം മൂലം നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? പെട്ടെന്നുള്ള കോപങ്ങൾ മൂലം, കോപം നിയന്ത്രിക്കാൻ സാധിക്കാത്ത മൂലം ദാമ്പത്യ ജീവിതത്തിൻ്റെ സമാധാനവും സന്തോഷം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? പെട്ടെന്നുള്ള കോപം മൂലം ഞാൻ ആരുടെയെങ്കിലൊക്കെ സൽപ്പേര് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? പെട്ടെന്നുള്ള കോപം മൂലം എനിക്ക് എൻ്റെ ജോലി പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഞാൻ കടന്നു വന്നിട്ടുണ്ടോ? കോപം നിയന്ത്രിക്കാത്തത് മൂലം ഈ വൈരാഗ്യബുദ്ധിയുമായിട്ടാണോ ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത്? നമുക്ക് ഈ മേഖലയിൽ നമ്മളെ തന്നെ പരിശോധിക്കാം. അതോടൊപ്പം ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും, ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും പെട്ടെന്നുള്ള കോപത്തെ നിയന്ത്രിക്കാനുള്ള കൃപ കൊടുക്കണമേ എന്നും പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ആരാധനയിൽ അതിനുവേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങാം. ഈശോ നമ്മൾ ആരാധനയിലൂടെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആരാധനക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ
അർപ്പിക്കും നീ ജീവിതം അങ്ങേ സന്നിധിയിൽ, അർപ്പിക്കും നീ ജീവിതം. അവിരാമം ഞങ്ങൾ പാടാ ആരാധന ആരാധന നാഥ ആരാധന 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 നാഥ ആരാധന 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 നാഥ ആരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈശോയുടെ സജീവമായ സാന്നിധ്യം ഈ ദിവ്യകാരുണ്യത്തിലുണ്ട്. നമ്മളെ തന്നെ കാണുന്നത് പോലെ ഈശോയെ നമുക്ക് ഈ അപ്പത്തിൻ്റെ രൂപത്തിൽ സന്നിഹിതനായിരിക്കുന്ന സജീവനായ ഈശോയെ നമുക്ക് കാണാം. നമ്മൾ ഈശോയെ കാണുന്നത് പോലെ ഈശോ നമ്മളെ കാണുന്നു. കർത്താവേ, എൻ്റെ ജീവിതത്തിലേക്കും എൻ്റെ കുടുംബത്തിലേക്കും എൻ്റെ പ്രാർത്ഥനകളിലേക്കും കടന്നു വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കും അവിടുന്ന് എല്ലാം നന്മയ്ക്കായിട്ട് മാറ്റുന്നു. നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനാ നിയോഗങ്ങൾ, നമ്മുടെ കുടുംബത്തിലെ രോഗികൾ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഈ ദിവസങ്ങളിൽ പരീക്ഷകൾ എഴുതുന്നവരെല്ലാവരും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. പ്രത്യേകമായിട്ട് സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ലോകരാജ്യങ്ങൾക്കിടയിൽ സമാധാനമുണ്ടാകുവാൻ, യുദ്ധങ്ങൾ ഒഴിവാകുവാൻ, യുദ്ധഭീതികൾ ഒഴിവാകുവാൻ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് തിരുവചനത്തിലൂടെ നമ്മളോട് സംസാരിച്ചത്, കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടു പോകാതിരിക്കട്ടെ. അതേ സ്നേഹമുള്ളവരെ, ഈ ലോകത്തിൽ കോപം നിയന്ത്രിക്കുവാൻ കഴിയാതെ വരുമ്പോൾ എന്തുമാത്രം പ്രതിസന്ധിയിലൂടെയാണ് മനുഷ്യവംശം കടന്നു പോകുന്നത്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ യുദ്ധങ്ങൾ നടക്കുന്നു. ഓരോ പ്രദേശങ്ങളിൽ പലവിധത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. കോളേജ് കുട്ടികൾക്കിടയിലും സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലൊക്കെ കോപം മൂലം ഒത്തിരി പ്രതിസന്ധികൾ കടന്നു വരുന്നു. കുടുംബ ബന്ധങ്ങളിൽ വലിയ അകൽച്ചകളും ഭിന്നതകളും കടന്നു വരുന്നു. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഡിവോഴ്സുകൾ കൂടി വരുന്നു. ഒത്തിരി പ്രതിസന്ധികൾ കോപത്തെ നിയന്ത്രിക്കാൻ കഴിയാത്തത് മൂലം ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നു. ഈശോ തിരുവചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, കോപിക്കാം, എന്നല്ലത് പാപമാകരുത്, നീണ്ടുപോകരുത്. കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ, ബലിപീഠത്തിൽ ബലിയർപ്പിക്കുവാൻ കടന്നു ചെല്ലുമ്പോൾ ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ, ആർക്കെങ്കിലും വിരോധമുണ്ടെങ്കിൽ നമ്മൾ ബലിവസ്തുവോടെ വെച്ചിട്ട് പോകണമെന്നാണല്ലോ ഈശോ നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത്. അതേ സ്നേഹമുള്ളവരെ, നീണ്ടുപോകാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കോപം, ആ കോപം എന്ന വികാരത്തെ ദൈവികമായ ജ്ഞാനം കൊണ്ടും ബുദ്ധി കൊണ്ടും നമുക്ക് അതിജീവിക്കാം. നമ്മൾ ഇന്ന് വചന ശുശ്രൂഷയിൽ കേട്ടു, അതെ, രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികൾ, അവരുടെ ഇടയിലുണ്ടായിരുന്ന കോപം അതിശക്തമായി തീർന്നപ്പോൾ ഒരാളെ വെടിവെച്ചു കൊന്നപ്പോൾ രണ്ടുപേരുടെയും ജീവിതം അതോടുകൂടി തകർന്നു പോവുകയാണ്. വലിയ തകർച്ചകളാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത് കോപത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ. നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ സഹായം ചോദിക്കാം. കോപം, ഞാൻ കോപത്തിനടിമയാണോ? അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും കോപത്തിനടിമകളായിട്ടുള്ളവരുണ്ടോ? ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ. സമാധാനവും സന്തോഷവും ജീവിതത്തിലും ഈ ലോകത്തിലും അങ്ങ് സ്ഥാപിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗാനത്തോട് ചേർന്ന് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം.
തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. ഈശോയെ, തിരുരക്തം ഒഴുക്കണമേ. എല്ലാ മക്കളെയും കഴുകി വിശുദ്ധീകരിക്കണമേ. കോപമെല്ലാം മാറിയിടട്ടെ, തിന്മയെല്ലാം നീങ്ങിടട്ടെ. കോപമെല്ലാം മാറിയിടട്ടെ, തിന്മയെല്ലാം നീങ്ങിടട്ടെ. ദൈവസ്നേഹത്താൽ നിറഞ്ഞിടട്ടെ, ദൈവസ്നേഹത്താൽ നിറഞ്ഞിടട്ടെ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം ഒഴുകട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, തിരുരക്തത്താൽ രോഗസൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തത്താൽ ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ. യേശുവിന്റെ എല്ലാവരെയും സ്പർശിക്കണമേ, സുഖപ്പെടുത്തണമേ കർത്താവേ. യേശുവേ, ആരാധന, മഹത്വം, മഹത്വം കർത്താവേ. ആരാധന കർത്താവേ, മഹത്വം കർത്താവേ. ഈശോയെ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. സുഖപ്പെടുത്തണമേ, 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 സുഖപ്പെടുത്തണമേ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. മഹത്വം, 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 മഹത്വം കർത്താവേ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. മഹത്വം, മഹത്വം, മഹത്വം കർത്താവേ. മഹത്വം കർത്താവേ, മഹത്വം കർത്താവേ, മഹത്വം കർത്താവേ, മഹത്വം കർത്താവേ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഈശോയിൽ സ്നേഹമുള്ളവരെ, ലോകരാജ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എന്തുമാത്രം ജനങ്ങളാണ് യുദ്ധക്കെടുതികളിലൂടെ കടന്നു പോകുന്നത്. ഏതു നിമിഷവും ആക്രമണങ്ങളും ബോംബുകളും തകർച്ചകളും ഭയന്ന് കഴിയുന്ന എത്രയോ ആയിരക്കണക്കിന് മനുഷ്യരാണ് ഈ ഭൂമിയിൽ കഴിയുന്നത്. കർത്താവേ, മനുഷ്യരുടെ കോപം നിയന്ത്രിക്കുവാനുള്ള കൃപ കർത്താവെ എല്ലാ ലോക നേതാക്കന്മാർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങൾ ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കുടുംബത്തെ ഓർക്കാം. കുടുംബത്തിലുള്ള മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരിടയിൽ ഈ കോപം മൂലമുള്ള പ്രതിസന്ധികൾ ഈശോയെ അങ്ങതെടുത്ത് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ ഭാര്യ ഭർത്താക്കന്മാരെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പെട്ടെന്നുള്ള കോപം മൂലമുണ്ടാകുന്ന കലഹങ്ങളും ഭിന്നതകളും ഈശോ എടുത്ത് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ യുവതി യുവാക്കളെയും ഈശോയുടെ കരങ്ങളിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പെട്ടെന്നുള്ള കോപം മൂലം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ ഈശോ എല്ലാ യുവതി യുവാക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്കൂളുകളിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോയെ, അവരെല്ലാവരും അനുഗ്രഹിക്കണമേ. കർത്താവേ, ശാന്തമായിട്ടുള്ളൊരു ഹൃദയം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം കോപത്തെയും വൈരാഗ്യത്തെയും ഒക്കെ നിയന്ത്രിക്കാൻ കഴിയാതെ പോകുമ്പോൾ അത് ശരീരത്തിൽ പലവിധത്തിലെ രോഗങ്ങളായി മാറുന്നു. അതെ, പലരുടെയും കോപവും
പലരുടെയും വൈരാഗ്യ ചിന്തകളും പ്രതികാര ചിന്തകളുമാണ് എത്ര ചികിത്സിച്ചിട്ടും മാറാത്ത രോഗങ്ങളായി മാറുന്നത്. നമുക്കെല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ക്ഷമിച്ച് പ്രാർത്ഥിക്കുവാൻ കഴിയുമ്പോഴാണ്, കോപത്തെ അതിജീവിക്കാൻ കഴിയുമ്പോഴാണ് പ്രത്യേകമായിട്ട് രോഗസൗഖ്യങ്ങളിലേക്ക് കടന്നു വരാൻ സാധിക്കുക. കുടുംബത്തിലെ പല കാര്യങ്ങളും തടസ്സപ്പെട്ട് കിടക്കുന്നത് ഈ വൈരാഗ്യത്തിലും പ്രതികാര ചിന്തകളിലൊക്കെ കോപത്തിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ്. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ തിരുവചനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകാതിരിക്കട്ടെ. അതേ സ്നേഹമുള്ളവരെ, നമ്മുടെ കോപം നീണ്ടുപോകുന്ന കോപത്തിന്, നിലനിൽക്കുന്ന കോപത്തിന് ഞാൻ അടിമയായി പോയിട്ടുണ്ടോ? എൻ്റെ കുടുംബത്തിൽ അതുണ്ടോ എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം. കർത്താവിൻ്റെ സ്നേഹം വന്ന് നിറയുവാൻ, കോപത്തെ നിയന്ത്രിക്കാനുള്ള കൃപ ലഭിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ടും മറ്റെല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ടും ഈശോയുടെ ആശീർവാദത്തിനായി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.